ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 2 മത്സരങ്ങളാണ്. ഈ ഒരു മാസം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് 2 മത്സരങ്ങളുണ്ട്. 2 മത്സരവും അഫ്ഗാനിസ്ഥാനെതിരെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു ഹോം മത്സരം, ഒരു ഹെവേ മത്സരമായിട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 35 അംഗ പ്രോബബിൾ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ കോച്ചായിട്ടുള്ള ഈഗോസ്റ്റ് മാച്ച് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതിൽ പല പ്ലേയേഴ്സും പുറത്തേക്ക് പോകാനും പുതിയ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് വരുന്നത് ഇങ്ങനെയാണ്: ഗുപ്രീത് സിംഗ്, അമരേന്ദ്ര സിംഗ്, വിശാൽ കൈത്തെ, പിന്നെ അതുപോലെ തന്നെ ടെമ്പ. ഡിഫൻസീവ് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകാശ് മിശ്ര, ലാൽ ചാന്ദെ, മെഹ്താബ് സിംഗ്, പ്രീതം കോട്ടാൽ, രാഹുൽ ബേക്കെ, സുഭാശിസ് ബോസ്, നരേന്ദ്ര, അൻവർ അലി, റോഷൻ സിംഗ് നോറം, എമി ഗണേഷ്, ജെയ്ബ് കുത്ത. മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അനിരുദ്ധ് താപ, ബ്രാൻഡൻ ഫെർണാണ്ടസ്, ലിസ്റ്റൺ കൊളാക്ക്, പിന്നെ മഹേഷ് സിംഗ് നോറം, സഹൽ അബ്ദുൽ സമദ്, ജെയ്ക്സൺ, ദീപക് താങ്കിരി, ലാൽ ചാന്ദ, ഇമ്രാൻ ഖാൻ. അതുപോലെ തന്നെ ഫോർവേഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത് സുനിൽ ഛേത്രി, ഇഷാൻ പണ്ഡിത, ലാൽജ്വാൽ ചാന്ദെ, മൻവീർ സിംഗ്, വിക്രം പ്രതാപ് കുമാർ, രാഹുൽ KP, നന്ദകുമാർ ശേഖർ, ഇസഹാക്ക്. ഇവരൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു ലിസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ഥിരം സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ള പല പ്ലേയേഴ്സും എൻ്റെ ഒരു അഭിപ്രായത്തിന് അത്ര മികച്ച പ്രകടനമൊന്നും ISL കാഴ്ച വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വന്നിട്ടുള്ള അപ്പൂയൻ്റെ കാര്യമൊക്കെ, അപ്പൂയൊക്കെ ലാസ്റ്റ് 2 കളി പോലും മുംബൈ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടില്ല. അദ്ദേഹം കളത്തിലിറങ്ങിയില്ല. സഹൽ അബ്ദുൽ സമദ് ആണെങ്കിൽ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കളിക്കാൻ പോകുന്നതെങ്കിൽ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇതിലും മികച്ച പ്ലേയേഴ്സിനെ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി വെറും 6 ദിവസത്തെ ക്യാമ്പ് മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം അങ്ങനെയല്ല. അവർ ഏകദേശം ഒരു 4 വീക്കിന് മേലെയുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും സൗദി അറേബ്യയിൽ വെച്ച് ഫസ്റ്റ് കളി അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ 1-0 എന്നുള്ള സ്കോറിൽ നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു വിജയമാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഹോം ഗ്രൗണ്ടിൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു 3-0 എന്നുള്ള സ്കോറിലെങ്കിൽ അവർക്കെതിരെ വിജയിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റൗണ്ട് 3ലേക്ക് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 3ലേക്ക് നമുക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷ വെക്കാൻ പറ്റും. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് പുറകിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം AFC ഏഷ്യൻ കപ്പിലൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം നമ്മുടെ ഡിഫൻസ് ആണ് ഇപ്പോൾ ഏറ്റവും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗോൾ കണ്ടെത്താനുള്ള പ്ലേയേഴ്സും വളരെയധികം കുറവാണ് എന്നുള്ളതാണ്. ഇത് സെലക്ട് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സൊന്നും അത്ര അധികം ഗോളൊന്നും ISL കളിച്ചിട്ട് ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു, നമുക്ക് ലീഗത്തെ പ്ലേയേഴ്സിനെ കുറച്ചൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മികച്ച റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നല്ല. കാരണം ലീഗിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരുപാട് ഫോർവേഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിന് പ്ലേയിങ് ടൈം കിട്ടുന്നുണ്ട്. അത് ISL കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്ലേ ടൈം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പൊസിഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാകും എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് പുതിയ പ്ലേയേഴ്സിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കിപ്പോൾ അൻവർ അലി, ജിങ്ക എന്നൊരു കോംബോ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കോംബോ ഇപ്പോൾ കളിക്കാനില്ല. അപ്പോൾ അൻവർ അലിക്ക് ഒരു കോംബോ ആയിട്ടുള്ള മറ്റൊരു പ്ലെയറെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അൻവർ അലി നല്ല മികച്ച ഒരു ഡിഫൻഡറാണ്. അൻവർ അലിക്ക് ഒരു കോംബോ ആയിട്ടുള്ള ഒരു പ്ലെയർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതൊരു മികച്ചതായിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഓൾറെഡി നല്ലൊരു മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ ജിങ്കൻ അൻവർ അലി കോംബോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല നിർണായക നിമിഷങ്ങളും അവരുടെ ഡിഫൻസീവ് കാരണം നമുക്ക് രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ഒരു പുതിയ പ്ലേയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഈ അഫ്ഗാനിസ്ഥാനെതിരെ മത്സരത്തിലൊക്കെ പുതിയ പ്ലേയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും കുറച്ച് ടൈം ഉണ്ട് ഇനി ലിസ്റ്റ് പൂർണ്ണമായിട്ട് വരട്ടെ എന്ന് നോക്കാം നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.